ദേവി, ഭവതി ഇന്ന് ദേവഗണങ്ങൾക്ക് നേതൃത്വം നൽകിയില്ല. സ്വാമി, അങ്ങയെ സ്മരിച്ചുകൊണ്ടിരുന്നതിനാൽ സമയം പോയതറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കൂ. നമ്മെ സ്മരിച്ചുകൊണ്ടിരുന്ന ദേവി ക്ഷമ ചോദിക്കേണ്ടതില്ല. പ്രഭു ശിവശങ്കര, അങ്ങയിൽ നിന്നും ഒരു വിഷയം അറിയുവാൻ ജിജ്ഞാസയുണ്ട്. ജിജ്ഞാസയ്ക്ക് ശമനം തീർച്ചയായും ഉണ്ടാകും. ചോദിക്കൂ, എന്താണ് അറിയേണ്ടത്? സതിമാതാവ് പറഞ്ഞു അങ്ങയെ സ്മരിക്കുകയായിരുന്നുവെന്ന്. അങ്ങാകട്ടെ സദാസമയവും ധ്യാനത്തിലും. അങ്ങ് ധ്യാനത്തിലായിരിക്കുമ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കുക? നന്ദിയുടെ ഈ ചോദ്യത്തിന് ഉത്തരം സതീദേവി നൽകും. പ്രപഞ്ചത്തിലെ ഏത് ചോദ്യത്തിനും ഉത്തരം അങ്ങയുടെ പക്കലുണ്ട്. ഞാൻ അങ്ങയെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മെ ധ്യാനിക്കുന്നത് എങ്ങനെയെന്ന് നന്ദിയോട് പറയൂ. ഏതു വിധത്തിലാണ് നമ്മെ മനസ്സിൽ പ്രതിഷ്ഠിക്കേണ്ടതെന്നും. സ്വാമി, അങ്ങ് പറഞ്ഞിരുന്നു ശിവനും ശക്തിയും അഭിന്നമെന്ന്. ഞാൻ ശക്തിയുടെ അവതാരവുമാണ്. എങ്കിലും എന്താണ് ദേവി, നമ്മുടെ കഥനത്തിൽ സന്ദേഹമുണ്ടോ? അങ്ങയുടെ വാക്കുകളിൽ സന്ദേഹപ്പെടുകയോ? നന്ദിയുടെ മനസ്സിലുള്ള അതേ പ്രശ്നം തന്നെയാണ് എന്റെ മനസ്സിലും. പ്രഭു, ഞാൻ അരികിലുള്ളപ്പോഴും അങ്ങ് കണ്ണുകൾ അടച്ച് ആരെയാണ് ധ്യാനിക്കുന്നത്? മഹേശ്വര, മാതാവിന്റെ ചോദ്യത്തിന് ദയവായി ഉത്തരമേകിയാലും. നന്ദി, സതി, നാം കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമുക്ക് മുമ്പിൽ സദാശിവ ജ്യോതി പ്രത്യക്ഷമാകുന്നു. ഇതേ ജ്യോതിയാണ് സൃഷ്ടിക്കും സംഹാരത്തിനും ആധാരം. ഈ ജ്യോതി ശിവജ്യോതി എന്ന പേരിലും അറിയപ്പെടുന്നു. അതുപോലെ ബ്രഹ്മജ്യോതിയായും പ്രസിദ്ധമാണ്. പരമാത്മാവിന് തുല്യമായ ആ ജ്യോതിയെ യോഗികൾ ധ്യാനിക്കുന്നു. നാരായണ നാരായണ. മഹേശ്വര, സതിമാതേ, നാരദരുടെ പ്രണാമം സ്വീകരിച്ചാലും. വരൂ നാരദ, വളരെ നാളുകളായി അങ്ങ് എവിടെയായിരുന്നു? അല്ലയോ മഹേശ്വര, മാപ്പ് നൽകിയാലും അങ്ങയുടെ ഇച്ഛ കൂടാതെ എനിക്കെങ്ങനെ അങ്ങയെ ദർശിക്കാനാകും? ഇന്ന് അങ്ങ് എന്നെ സ്മരിച്ചതും ഞാൻ ഇതാ അവിടുത്തെ ചരണങ്ങളിൽ അണഞ്ഞിരിക്കുന്നു. ദേവർഷി, പ്രഭു അങ്ങയെ സ്മരിച്ചുവെന്നോ? സതീദേവി, നാരദന്റെ സംഭാഷണ ശൈലിയിൽ ഭ്രമിച്ച് കേൾവിക്കാർ ചിന്താധീനരാകുന്നു. മഹേശ്വര, അങ്ങ് എന്നെ കളിയാക്കുകയാണോ അതോ പ്രശംസയോ? എനിക്ക് മനസ്സിലാകുന്നില്ല. നാം താങ്കളെ പ്രശംസിക്കാറേയുള്ളൂ നാരദ. പറയൂ, അങ്ങയുടെ ആഗമനോദ്ദേശ്യം എന്താണ്? മഹേശ്വര, ഇപ്പോൾ ഞാൻ പരംപിതാ ബ്രഹ്മദേവന്റെ ദൂതനായി എത്തിയതാണ്. നാരായണ നാരായണ. ബ്രഹ്മദേവന്റെ ദൂതൻ? അതേ മാതേ, പരംപിതാവ് ബ്രഹ്മദേവന്റെ നിശ്ചയപ്രകാരം പാലാഴി മഥനത്തിന് ശേഷമുള്ള മലിനീകരണത്തിന്റെ മുക്തിക്കായി ഒരു മഹായാഗം ആരംഭിക്കുന്നു. ബ്രഹ്മദേവന്റെ തീരുമാനം ഉത്തമം തന്നെ. മഹായാഗം എവിടെയാണ് നടക്കുന്നത്? പ്രയാഗയിലെ പുണ്യഭൂമിയിൽ. പരംപിതാവ് ബ്രഹ്മദേവൻ അങ്ങയെ യാഗത്തിന് ക്ഷണിച്ചിരിക്കുന്നു. നാം തീർച്ചയായും ആ മഹായാഗത്തിൽ പങ്കുകൊള്ളും. ക്ഷണം സ്വീകരിച്ചതിൽ ഞാൻ ധന്യനായി പ്രഭു. എനിക്ക് വിട നൽകിയാലും. ദേവർഷി, അങ്ങ് ഇത്ര ശീഘ്രം എങ്ങോട്ട് പോകുന്നു? നാരദന്റെ ആഗമനോദ്ദേശ്യം പൂർണ്ണമായി. ഇനി ഇവിടെ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. ശിവ 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 ശിവ. അതൊന്നുമല്ല പ്രഭു. മഹേശ്വരൻ ആജ്ഞാപിച്ചാൽ ഈ ചരണങ്ങളെ സദാ പൂജിക്കാം. പക്ഷേ എന്താണ് പക്ഷേ? പക്ഷേ ഈ സമയം എനിക്ക് പല മഹാനുഭാവന്മാരെയും മഹായാഗത്തിലേക്ക് ക്ഷണിക്കുവാനായി പോകേണ്ടതുണ്ട്. പരംപിതാവിന്റെ ആജ്ഞപ്രകാരം ഇതെല്ലാം ശീഘ്രം തന്നെ നടത്തേണ്ടതുമുണ്ട്. ശുഭകാര്യത്തിന് നാം തടസ്സമാകുന്നില്ല. പുറപ്പെടൂ, മംഗളം ഭവിക്കട്ടെ. നാരായണ നാരായണ. സ്വാമി, അനുവദിക്കുമെങ്കിൽ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ? എന്താണ് ദേവിക്ക് അറിയേണ്ടത്? സ്വാമി, യാഗത്തിൽ പങ്കുകൊള്ളാൻ ഞാനും അങ്ങയ്ക്കൊപ്പം വന്നുകൊള്ളട്ടെ? ഒരു ഭാഗത്ത് മഹായാഗം, മറുഭാഗത്ത് പുണ്യഭൂമി പ്രയാഗ. രണ്ട് പുണ്യകർമ്മങ്ങളിൽ
ഒന്നിച്ചു പങ്കുകൊള്ളാം സ്വാമി. അരുത്. ക്ഷണിക്കാതെ പങ്കെടുക്കുന്നത് ഉചിതമല്ല. നമ്മെ മാത്രമേ ബ്രഹ്മദേവൻ യാഗത്തിന് ക്ഷണിച്ചിട്ടുള്ളൂ.